നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ബൈക്കുകൾ കൂട്ടിയിടിച്ച് യാത്രികരായ 2 പേർക്ക് ദാരുണാന്ത്യം. വട്ടംകുളം കുറ്റിപ്പാലം SVJB സ്കൂൾ ജംഗ്ഷനിൽ ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു അപകടം. LIC ഏജന്റും സാംസ്കാരിക പ്രവർത്തകനുമായ 52 വയസ്സുള്ള വട്ടംകുളം തൈക്കാട് സുന്ദരൻ, കുമരനെല്ലൂർ കൊള്ളന്നൂർ കിഴക്കൂട്ട് വളപ്പിൽ മൊയ്തീൻ കുട്ടിയുടെ മകൻ 35 വയസ്സുള്ള അലി എന്നിവരാണ് മരിച്ചത്. ബൈക്കുകൾ പരസ്പരം കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ഗുരുതര പരിക്കേറ്റ ഇരുവരും 1 മണിക്കൂറോളം സമയം റോഡിൽ കിടന്നു. അർദ്ധരാത്രി സമയമായതിനാൽ ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് എത്തുവാനും ആശുപത്രിയിലെത്തിക്കാൻ വാഹനം ലഭിക്കാൻ വൈകിയതുമെല്ലാം രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു. തുടർന്ന് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്ഥിരം അപകട മേഖലയായ കുറ്റിപ്പാല സെന്ററിൽ തന്നെ വീണ്ടും അപകടം നടന്നതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾ കുറയ്ക്കുവാൻ കക്കാടിപ്പുറം റോഡിലും മേലെ കുറ്റിപ്പാല റോഡിലും വേഗ നിയന്ത്രണ സംവിധാനമായ ഹമ്പുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതും മറ്റൊരു അപകട കാരണമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പട്ടാമ്പിക്ക് 2 പ്രധാന പദ്ധതികൾക്കാണ് അനുമതി ലഭിച്ചതെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. പെരുമുടിയൂർ റെയിൽ അടിപ്പാതയും സർക്കാർ പരിഗണനയിലാണെന്നും MLA വ്യക്തമാക്കി. നിയമസഭാ ബഡ്ജറ്റിൽ 2 പ്രധാനപ്പെട്ട പദ്ധതികൾക്കാണ് പട്ടാമ്പി മണ്ഡലത്തിൽ അനുമതി കിട്ടിയിട്ടുള്ളത്. 20ഓളം പദ്ധതികൾ നമ്മൾ കൊടുത്തിരുന്നു. അതെല്ലാം തന്നെ ടോക്കൺ പ്രൊവിഷനായിട്ട് ആ 20 പദ്ധതികളും വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചിട്ടുള്ള 2 പദ്ധതികളിൽ ഒന്ന് മപ്പാട്ടുകര റെയിൽവേ അണ്ടർ ബ്രിഡ്ജാണ്. അത് ദീർഘകാലമായിട്ട് ആ പ്രദേശത്തെ ആളുകളുടെ ഒരു സ്വപ്നമാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ 2 മപ്പാട്ടുകരക്കിടയിൽ ഒരു റെയിൽവേയുടെ ലൈന് പോകുന്നത് കൊണ്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മാത്രമല്ല, ഭാവിയിൽ പപ്പാട്ടുകര പാലം വരുമ്പോഴൊക്കെ ഏറെ പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്കാണ് അത് മാറുക. 6 കോടി രൂപയാണ് അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ അവിടെ വിസിറ്റ് ചെയ്ത് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമായിരുന്നു. അത് ഇപ്പോൾ നടപ്പിലാകാൻ പോവുകയാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, പട്ടാമ്പിയിൽ സെൻട്രൽ ഓർച്ചാടുണ്ട്. അത് വളരെ കാർഷിക മേഖലയിൽ വലിയ ഗുണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനമായിരുന്നെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി വളരെ ശോചനീയാവസ്ഥയിലാണ് ഉള്ളത്. അതിൻ്റെ സമഗ്ര നവീകരണം, ധാരാളം സ്ഥലമുണ്ടെങ്കിലും അത് നവീകരിക്കാതെ പഴയ മരങ്ങളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ചെടികളും ഇതൊക്കെ ആകെ വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താൻ സെൻട്രൽ ഓർച്ചാർഡിൻ്റെ സമഗ്ര നവീകരണം വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ നെല്ല് ഗവേഷണ കേന്ദ്രവും സെൻട്രൽ ഓർച്ചാർഡൊക്കെ പട്ടാമ്പിയുടെ ഏറ്റവും വലിയ സമ്പത്താണ്. അപ്പോൾ അതിൻ്റെ സമഗ്ര നവീകരണത്തിന് വേണ്ടിയാണ് 5 കോടി രൂപ മാറ്റിവെച്ചിട്ടുള്ളത്. ഭാവിയിൽ ഒരു ഫാം ടൂറിസം കൂടി അവിടെ ആരംഭിക്കുക എന്ന ഉദ്ദേശമാണ് നമുക്കുള്ളത്. ആളുകൾക്ക് വരാനും ആസ്വദിക്കാനും അതോടൊപ്പം ഒരു പഠനാർഹമായ രീതിയിൽ കൃഷിയെ കാണാനും കഴിയുന്ന തരത്തിലുള്ളൊരു ഫാം ടൂറിസം കൂടി അതിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് 5 കോടി രൂപ മാറ്റിവെച്ചിട്ടുള്ളത്. മറ്റു നിരവധി പദ്ധതികൾക്ക് ടോക്കൺ പ്രൊവിഷൻ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിന്റെ കവർ ചിത്രം തയ്യാറാക്കിയത് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപിക രമ്യ സന്ദീപാണ്. റിപ്പോർട്ടിലേക്ക്. ഇത്തവണ നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന എൻവയോൺമെന്റ് ബജറ്റിന്റെ കവർ പേജ് തയ്യാറാക്കിയത് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപികയായ രമ്യ സന്ദീപാണ്. താൻ തയ്യാറാക്കിയ കവർ ചിത്രം ബജറ്റിനായി ഉപയോഗിച്ചതിൽ സന്തോഷമുണ്ടെന്ന് രമ്യ പറഞ്ഞു. കഴിഞ്ഞ വർഷം ബജറ്റിന്റെ കവർ പേജ് തയ്യാറാക്കാൻ ശ്രമിച്ചെങ്കിലും സമയം വൈകിയതിനാൽ നടന്നില്ല. ഇത്തവണ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നേരത്തെ തന്നെ ചിത്രങ്ങളും ബയോഡേറ്റയും ധനകാര്യ വകുപ്പിന്റെ മെയിലിലേക്ക് അയക്കുകയായിരുന്നു. തുടർന്ന് അവർ നിർദ്ദേശിച്ച ആശയം തയ്യാറാക്കി നൽകി. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയാണ് രമ്യ സന്ദീപ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് പാസ്സായ രമ്യ എറണാകുളം ദർബാർ ഹാളിൽ ഉൾപ്പെടെ ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഭർത്താവ് സന്ദീപ് ശിവപ്രസാദ്, മകൻ ഇഷാൻ ദർശൻ. 2 വർഷമായി സ്കൂളിലെ ചിത്രരചന അധ്യാപികയാണ് രമ്യ. കുട്ടികളുടെ കലാവാസന വളർത്തിയെടുക്കുന്നതിനു വേണ്ടി അവരുടെ ഓരോ കഴിവും ചുമരുകളിൽ പതിപ്പിക്കാൻ രമ്യ ശ്രമിച്ചു. കേരള കലാമണ്ഡലത്തിൽ ആർത്തവാവധി അനുവദിച്ചു. വിദ്യാർത്ഥി യൂണിയന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. 8ാം ക്ലാസ് മുതലുള്ള യോഗ്യരായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നും സ്ത്രീ സൗഹൃദ കലാലയമായി കലാമണ്ഡലത്തെ നിലനിർത്തുകയാണ് ലക്ഷ്യമെന്നും കലാമണ്ഡല രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞു.
തങ്ങളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് പ്രഖ്യാപിച്ച് അനുവദിച്ച ഭരണസമിതിക്കും വൈസ് ചാൻസലർക്കും നന്ദി അറിയിക്കുന്നതായും എത്രയും പെട്ടെന്ന് ഉത്തരവ് നടപ്പിലാക്കണമെന്നും വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികളായ ചെയർമാൻ അനൂജ്, സെക്രട്ടറി അമൽജിത്ത്, വൈസ് ചെയർപേഴ്സൺ ശ്രീലക്ഷ്മി എന്നിവർ ആവശ്യപ്പെട്ടു. ഇതിനു മുമ്പ് തന്നെ കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് ആർത്തവാവധി അനുവദിച്ചു കൊടുക്കണമെന്ന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അത് കുറച്ച് വൈകിയാണെങ്കിലും കലാമണ്ഡലത്തിലെ സ്റ്റുഡൻസ് യൂണിയൻ്റെ അഭ്യർത്ഥന മാനിച്ച് കലാമണ്ഡലത്തിലെ ഭരണസമിതി അത്തരത്തിൽ തീരുമാനമെടുത്തു. അത് തീർച്ചയായിട്ടും അറ്റൻഡൻസിനെ ബാധിക്കാത്ത തരത്തിലായിരിക്കും ഇത് അവർക്ക് ലഭ്യമാകുക. എത്ര ദിവസമാണ് അവർക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ളത്? ദിവസം പറയുന്നില്ല, അത് ഗവൺമെൻറ് ഉത്തരവ് ദിവസങ്ങളെ കുറിച്ച് പറയുന്നില്ല. കാരണം അതൊക്കെ കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള വ്യതിയാനങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്നതാണ്. എന്തായാലും ആർത്തവാവധി കൂടുതൽ സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഒരു കലാലയം എന്ന രീതിയിൽ ആർത്തവാവധി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ആണോ അതോ ബിരുദം, ബിരുദാനന്തരം, ഗവേഷണം? എല്ലാ വിദ്യാർത്ഥികൾക്കും. നമുക്കതൊന്നും കൃത്യമായിട്ട് അങ്ങനെ പ്രായം തിരിച്ച് പറയാൻ സാധിക്കാത്തതുകൊണ്ട് നമുക്ക് 8ാം ക്ലാസ് മുതലാണ് അഡ്മിഷൻ. അത് ഈ രീതിയിൽ പിന്നെ യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ഈ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. എന്ന് മുതലാണ് നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്? അത് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. EB തീരുമാനം കഴിഞ്ഞ ദിവസമാണത് പുറത്തു വന്ന് ഓർഡറായത്. അന്നോട്ട് തന്നെ പ്രാബല്യമുണ്ടായിരിക്കും. മറ്റ് സർവകലാശാലകൾ പോലെ ഇവിടെയും ആർത്തവാവധി അനുവദിച്ചു തന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹമെന്ന നിലയിൽ വളരെ ആവശ്യമായൊരു തീരുമാനമായിരുന്നു ഇത്. ആർത്തവാവധി അത് കലാമണ്ഡലത്തിലും പ്രാബല്യമായതിൽ ഞങ്ങൾ വളരെ സന്തോഷവാനാണ്. ഇതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ, കല പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് ഇത് മെയിനായിട്ട് നമുക്ക് ആവശ്യം വരിക. എന്ന് വെച്ചാൽ ഇവർ ചൊല്ലിയാട്ടങ്ങളിലും ഡാൻസ് ക്ലാസ്സുകളിലൊക്കെ ഈ ആർത്തവം സമയത്ത് പോയി പ്രാക്ടീസ് ചെയ്യുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും അതിലൂടെ തന്നെ അവരുടെ ശാരീരികമായിട്ട് പല പ്രശ്നങ്ങളും വരാറുണ്ട്. ഇതിപ്പോൾ അറ്റൻഡൻസിനെ ബാധിക്കാത്ത രീതിയിൽ ഒരു അവധി കിട്ടിയതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകളിലേക്ക്. കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷാണ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത്. ലൈഫ് ഭവന പദ്ധതിക്ക് 12 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക വർഷത്തേക്കുള്ള വാർഷിക ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ളതാണ് ബജറ്റ്. 37,95,16,540 രൂപ വരവും 37,54,66,309 രൂപ ചെലവും 40,50,231 രൂപ നീക്കിവെപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. തരിശുഭൂമിയിൽ കൃഷിയിറക്കുന്നതുൾപ്പെടെയുള്ള കാർഷിക പദ്ധതികളാണ് കാർഷിക മേഖലയിൽ നടപ്പിലാക്കുക. യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും കൂടുതൽ കാർഷിക മേഖലയിലേക്ക് ഇറക്കുവാനുള്ള പദ്ധതിയും ആസൂത്രണം ചെയ്യും. ലൈഫ് ഭവന പദ്ധതിയിൽ നിലവിൽ 300ഓളം വീടുകളുടെ പദ്ധതി നടത്തിവരുന്നുണ്ട്. അടുത്ത വർഷത്തേക്ക് 12 കോടി രൂപ ലൈഫ് ഭവന പദ്ധതിയിൽ നീക്കിവെച്ചിട്ടുണ്ട്. വില്ലേജ് ടൂറിസം പദ്ധതികൾക്കായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. 20 ലക്ഷം രൂപയാണ് വില്ലേജ് ടൂറിസം പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. റോഡുകളുടെ നവീകരണത്തിനും ആരോഗ്യ മേഖലയ്ക്കും
കുടിവെള്ള മേഖലയ്ക്കും പട്ടികജാതി വികസന മേഖലയ്ക്കും മാലിന്യശുചിത്വ മേഖലയ്ക്കും അർഹമായ തുകയാണ് വകയിരുക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് ടി.പി. രജീഷ് ബജറ്റ് അവതരണത്തിൽ അറിയിച്ചു. സന്തുലിതമായ ഒരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ ഭാവിയെ മുന്നിൽ കണ്ട് രൂപപ്പെടുത്തിയെടുക്കാനാവൂ എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. സ്ക്രാപ്പ് മേഖലയിലെ നൂതന സംരംഭങ്ങളിലൂടെ പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനും അജൈവ മാലിന്യ സംസ്കരണത്തിന്റെ സാധ്യതകൾ PPP മാതൃകയിലൂടെ പരിഹരിക്കുന്നതിനുമുള്ള വിശാലാർത്ഥത്തിലുള്ള പദ്ധതികൾക്ക് 2024-25 തുടക്കമിടുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട്. വിഭവ സമാഹരണത്തിലും പഞ്ചായത്ത് 23-24 മികവ് തെളിയിച്ചു. അധിക വിഭവ സമാഹരണ രംഗത്ത് വിജയിച്ചുവെങ്കിലും നിലവിലുള്ള വിഭവങ്ങൾ പൂർണ്ണമായും സമാഹരിക്കുന്നതിൽ നമ്മൾ ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട്. തനത് വരുമാനത്തിന്റെ 90% സമാഹരിക്കുന്നതിൽ നിന്നും പിന്നോക്കം പോയാൽ ഗ്രാന്റുകളിൽ വെട്ടിക്കുറവുണ്ടാവുമെന്ന ധനകാര്യ കമ്മീഷൻ ശുപാർശ അതീവ ശ്രദ്ധയോടെ ഈ രംഗത്ത് പുലർത്തേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്നു. ടാക്സ് കളക്ഷനിൽ 100% പിരിവ് കൈവരിക്കുന്നതിന് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രിയ വി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജലജ ശശികുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പുഷ്പലത കെ, സെക്രട്ടറി അജയ് കുമാർ പി തുടങ്ങിയവർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പട്ടാമ്പി താലൂക്കിൽ വോട്ട് വണ്ടിയുടെ പ്രചരണം ആരംഭിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നിന്നാണ് വോട്ട് വണ്ടിയുടെ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി താലൂക്ക് ഇലക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നിന്ന് വോട്ട് വണ്ടി പര്യടനം ആരംഭിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമ്മതിദായകരെ വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും വോട്ടിംഗ് മെഷീനുകൾ പരിചയപ്പെടുത്തുന്നതിനുമായാണ് വോട്ട് വണ്ടി പര്യടനം തുടങ്ങിയത്. തഹസിൽദാർ TG ബിന്ദു, ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, കോർഡിനേറ്റർ സുധീർ കുമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രധാനമായിട്ട് മുൻകാലങ്ങളിൽ നമ്മൾ ബാലറ്റിലൂടെയാണ് തിരഞ്ഞെടുപ്പിന് നേരിട്ടിരുന്നത്. ഇപ്പോഴത് നമ്മൾ വോട്ടിംഗ് മെഷീനിലൂടെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വോട്ടിംഗ് മെഷീൻ്റെ പ്രവർത്തനം? നിങ്ങളിൽ കുറേ പേർക്കൊക്കെ അറിയാം, വോട്ട് ചെയ്യുന്ന കുറേ പേര് ഇവിടെ ഉണ്ടാവും അല്ലേ? 18 വയസ്സായ ഒരാളെ എങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം, അതേപോലെ തന്നെ അതെങ്ങനെ പരിശോധിക്കാം? നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ നമ്മുടെ പേരുണ്ടോ എന്ന് നമുക്ക് നോക്കണം. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും വീടിൻ്റെയും അല്ലെങ്കിൽ അടുത്ത് തന്നെയാണോ നമ്മുടെ പേര്, അത് നമ്മുടെ ബൂത്ത് മാറിയിട്ടാണോ കിടക്കുന്നത്, ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് പരിശോധിക്കാനുണ്ട്. അതേപോലെ തന്നെ വോട്ട് ചെയ്യാൻ വന്നാൽ നമുക്ക് ആ ക്യാബിൻ്റെ ഉള്ളിൽ ചെയ്തവർക്ക് അറിയാം, ക്യാബിൻ്റെ ഉള്ളിൽ ഒരു മെഷീൻ ഇരിക്കുന്നുണ്ടാവും, അത് കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും, ഒരു VVPAT ഉണ്ടാവും. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. പുതിയ ആളുകളെ അറിയിക്കാനും അതേപോലെ തന്നെ ഇനി അറിയുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനും കൂടിയിട്ടാണ് നമ്മുടെ വോട്ട് വണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. കൂറ്റനാട് നേർച്ചയുടെ ഭാഗമായി കൂറ്റനാട് സെന്ററിൽ നടക്കുന്ന കൂറ്റനാട് ദേശോത്സവം പ്രൗഢഗംഭീരമായ ചടങ്ങിലൂടെ ആഘോഷിച്ചു. 28 ഉപസമിതികൾ 10,000 അണിനിരത്തി നടത്തിയ ഘോഷയാത്ര വർണ്ണാഭമായി. കൂറ്റനാട് വലിയ ജുമാ മസ്ജിദിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് തൃത്താല റോഡിൽ കുരുവാടി കുളത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ ഗ്രൗണ്ടിൽ ഘോഷയാത്ര സമാപിച്ചു. 50-ലധികം ഗജവീരന്മാർ ഘോഷയാത്രയിൽ അണിനിരന്നു. ബാൻഡ് മേളം, പഞ്ചവാദ്യം, ശിങ്കാരിമേളം, ദഫ്മുട്ട്, കോൽക്കളി, കാവടിയാട്ടം, മുട്ടുംവിളി, ഒപ്പന, നാടോടി വേഷങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മിഴിവേകി.
ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.